ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ദോഷപരിഹാരങ്ങൾക്കും ജീവിത ലക്ഷ്യം കാണുന്നതിനായും യന്ത്രധാരണം അനിവാര്യമാണ്. ജാതക പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രം ഏതെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായും നിങ്ങൾക്കത് നൽകുന്നതാണ്. ജീവിത വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശന യന്ത്രവും, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയത്തിനും പരീക്ഷാ വിജയത്തിനുമായി വിദ്യാലക്ഷ്മി യന്ത്രവും, വിവാഹം നടക്കുന്നതിനായി സ്വയംവര യന്ത്രവും, ദാമ്പത്യ വിജയത്തിനായി ബാണേശിയും, ശത്രുദോഷ നിവാരണത്തിനായി ബഹുളാമുഖിയും ധരിക്കുക. കാളസർപ്പയോഗം അടിമുടി മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പൂർണ്ണമായും ഇവിടെ ലഭ്യമാണ്. കാളസർപ്പയോഗം മാറ്റുന്നതിലൂടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും വരിക തന്നെ ചെയ്യും. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു, താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഹരി ഓം ഹരി ഓം ഹരി ഓം ഭഗവാനേ. ഓം വിഘ്നേശ്വര, ഓം മഹേശ്വര, ഓം പാർവദേവി അമ്മേ ഭഗവതി നമോ നമോ. സുബ്രഹ്മണ്യ സ്വാമി സ്വാമി, ദുർഗാദേവി ഭദ്രകാളി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 യോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട്, അതായത് വന്നു ചേർന്ന് 2026 ചില ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്നിരിക്കുന്ന കോടീശ്വര രാജയോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 ഗ്രഹനില അനുസരിച്ച് സാമ്പത്തികമായൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 2026 ഗ്രഹനില അനുസരിച്ച് സാമ്പത്തികമായ വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന രാജയോഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ രാജയോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് കോടീശ്വര രാജയോഗമെന്ന് പറയുന്നത്. ഈ കോടീശ്വര രാജയോഗത്തിലൂടെ അപ്രതീക്ഷിതമായ ധനലാഭം, ബിസിനസ്സിലെ വമ്പൻ പുരോഗതി, ലോട്ടറി ഭാഗ്യം എന്നിവയിലൂടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുവാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിലാദ്യത്തേത് പൂരാടം, മകയിരം, ആയില്യം, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളാണ്. ഈ 4 നക്ഷത്രക്കാർക്കും 2026 വിശേഷപ്പെട്ട ധനയോഗമാണ് വന്നു ചേരാൻ പോകുന്നത്. ലോട്ടറിയിലൂടെ വലിയ ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ 4 നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കാർക്കെങ്കിലും ആയിരിക്കും വരാൻ പോകുന്ന ലോട്ടറിയിലെ ബമ്പർ നറുക്കെടുപ്പിലൂടെയൊക്കെ ഉണ്ടാകുന്ന ലോട്ടറിയുടെ 1ാം സമ്മാനമായ വലിയ തുക ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2ാം സമ്മാനവും 3ാം സമ്മാനവും ഒക്കെ തന്നെ സാധാരണക്കാരന് ചിന്തിക്കാനും അപ്പുറത്ത്, സാധാരണക്കാരന് ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതിനപ്പുറത്താണ് തുക നിൽക്കുന്നത്. അത്തരം തുകകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കോടീശ്വര രാജയോഗമാണ്, അല്ലാതെ വെറുതെ സാധാരണ രാജയോഗമല്ല. രാജയോഗങ്ങളിൽ വെച്ച് വളരെ അപൂർവമായി തന്നെ വന്നു ചേരുന്ന രാജയോഗമാണ് കോടീശ്വര രാജയോഗം എന്ന് പറയുന്നത്. അത് പൂരാടം, മകയിരം, ആയില്യം, രേവതി നക്ഷത്രക്കാർക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രക്കാർ പൂജ്യരാകുന്നു എന്നുള്ളതാണ്, ബഹുമാനിതരാകുന്നു. പൂജ്യരാകുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ബഹുമാനിക്കപ്പെടാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് അവർ ഉയരാൻ പോവുകയാണ്. സാമ്പത്തികമായ നിലവാരത്തിൽ തന്നെ ഉയരുകയാണ്. ഇപ്പോൾ വലിയ ലോട്ടറി ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ ചിട്ടിയിലൂടെ ഉണ്ടാകുന്ന സമ്മാനങ്ങൾ, നറുക്കെടുപ്പിലൂടെ ഉണ്ടാകുന്ന വമ്പൻ സമ്മാനങ്ങൾ, ഏത് സമ്മാന വ്യവസ്ഥകളിൽ ബന്ധപ്പെട്ടാലും ഈ നക്ഷത്ര ജാതർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിൽ 2026 നിലനിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായും വമ്പൻ സൗഭാഗ്യമാണ് ഈ 4 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്നിരിക്കുന്നത്. വ്യാഴവും ശുക്രനും ഇവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകാൻ വിധത്തിൽ അനുഗ്രഹീതമാകപ്പെടും. അതാണ്
വ്യാഴൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം ഇവർക്ക് വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുവാൻ പറ്റുന്ന പരുവത്തിൽ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹം കൊണ്ട് ഇവർക്ക് വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വ്യാഴമെന്ന് പറയുന്നത് ധനകാരകനാണ്. ശുക്രൻ എന്ന് പറയുന്നത് വളരെ ഭാഗ്യഗ്രഹവുമാണ്. തീർച്ചയായും ഈ 2 ഗ്രഹങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന കോടീശ്വര രാജയോഗം ഈ 4 നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. തിരിഞ്ഞു നോക്കേണ്ടതായി ഇനി അവർക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങളാണ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. അടുത്തത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളാണ്. മേടരാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്ര ജാതർക്ക് 2026 പുതിയ വരുമാന സ്രോതസ്സുകൾക്ക് വഴി തുറക്കുകയാണ്. ഭൂമി ഇടപാടുകളിലൂടെയും ഷെയർ മാർക്കറ്റുകളിലൂടെയും ഒക്കെ വമ്പൻ തുകകൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യമാണ്. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി വരുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഈ 3 നക്ഷത്ര ജാതരെ അനുഗ്രഹിച്ചു കൂടെ നിർത്തുമെന്നുള്ളതാണ്. അതായത് കുബേര രാജാവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും ഒക്കെ അനുഗ്രഹം പൂർണ്ണമായി വന്നു ചേരുന്ന നക്ഷത്രജാതരായിട്ട് നമുക്കിവരെ കണക്കാക്കാം. അത്രത്തോളം വലിപ്പമുള്ള അനുഗ്രഹങ്ങളാണ് ഇവരിൽ വന്നു ചേരുന്നത്. സാമ്പത്തികമായിട്ടാണെങ്കിലും സമൃദ്ധിദായകമായിട്ടാണെങ്കിലും തൊഴിൽ മേഖലയുടേതായിട്ടാണെങ്കിലും എന്ന് വേണ്ട കർമ്മമേഖലയുടെ പുഷ്ടി ഇതെല്ലാം ഇതിനേക്കാൾ ഇപ്പോൾ ഈ കർമ്മമേഖലയുടെ പുഷ്ടി തുടങ്ങി എല്ലാ ഭാഗ്യങ്ങളും ഈ 3 നക്ഷത്രക്കാർക്ക് വന്നു ചേരും. തീർച്ചയായും 2026 കോടീശ്വര രാജയോഗം അനുഗ്രഹിക്കുന്ന 3 നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞത്. അടുത്തത് ചതയം, ചോതി, തിരുവാതിര നക്ഷത്രങ്ങളാണ്. രാഹുവിൻ്റെയും ശനിയുടെയും അനുകൂല ദൃഷ്ടി പതിക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിരിക്കുന്ന ക്ലേശങ്ങളൊക്കെ മാറും. കഴിഞ്ഞ കാലങ്ങളിൽ അവരനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഴുവൻ മാറും. ഇനി സമ്പത്തിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമേ ഈ 3 നക്ഷത്രങ്ങൾക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയും. രാഹുവിൻ്റെയും ശനിയുടെയും കൂട്ടായ്മ തീർച്ചയായിട്ടും ഈ 3 നക്ഷത്രങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തേക്ക് സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ലോകത്തിലേക്ക് ചെന്നു കയറാനുള്ള ഭാഗ്യമാണ് ഈ ഗ്രഹങ്ങൾ അനുഗ്രഹിച്ച് നൽകുന്നത്. ബിസിനസ് രംഗത്തുള്ളവർക്കൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു പുരോഗമനം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. വിദേശത്തു നിന്നുള്ള ധനാഗമത്തിന് വഴി കാണുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. വിനോദ ഉപാധികളിലൂടെ ധാരാളം പണം സമ്പാദിക്കാനുള്ള ഭാഗ്യവും ഈ നക്ഷത്ര ജാതർക്കുണ്ട്. തീർത്ഥാടനത്തിനും അതുപോലെ തന്നെ മറ്റ് പല സന്തോഷകരമായ വ്യവസ്ഥകൾക്കും, അതായത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന വർഷമാണ് 2026. ഒന്നുകൊണ്ടും ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല. അത്രത്തോളം സൗഭാഗ്യമാണ് 2026 ഇപ്പറഞ്ഞ കോടീശ്വര രാജയോഗത്തിലൂടെ ഈ 3 നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് ഈ 3 നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. അടുത്തത് കന്നിക്കൂറുകാരായിരിക്കുന്ന ഉത്തരമത്തം, ചിത്തിര നക്ഷത്രങ്ങളാണ്. വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥായിയിലുള്ള അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ. കന്നിക്കൂറുകാരായിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾ ഇപ്പോൾ പദവികളിലെ ഉയർച്ച, അതായത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഉയർന്ന പദവികളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അത് വിദേശത്തായാലും സ്വദേശത്തായാലും ധാരാളം സാമ്പത്തികമായിരിക്കുന്ന നേട്ടം അതിലൂടെ ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളത് തെളിഞ്ഞു കാണുന്നുണ്ട്. ശമ്പള വർധനവ് വഴി കോടീശ്വര യോഗത്തിന് അനുയോജ്യമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവിതത്തിൻ്റേതായിരിക്കുന്ന ഒരു നിറവാണ് ഉത്തരം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളായിരിക്കുന്ന കന്നിക്കൂറുകാർക്കുണ്ടാകുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൈനിറയെ സമ്പത്ത് വന്നു ചേരുന്ന നിമിഷങ്ങളാണ് ഓരോ ദിവസവും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമായി വന്നു ചേരുന്നത്. വളരെയധികം സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവിത നിലവാരം ഉയരുന്ന അവസ്ഥയാണ് ഉത്തരം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവൽ ഭാഗ്യങ്ങളൊക്കെ ഇരട്ടിയായി മാറുന്ന, അല്ലെങ്കിൽ 3 ഇരട്ടിയായി മാറുന്ന തരത്തിലേക്കാണ് ഈ രാജയോഗം ഇവരെ അനുഗ്രഹിക്കുന്നത്. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം തുടങ്ങിയ ധനുക്കൂറുകാരാണ്. വർഷത്തിൻ്റെ 2ാം പകുതിയോട് ധനുരാശിക്കാർക്ക് ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ്.
അതായത് 2026 രണ്ടാം പകുതി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്. പിന്നീടുണ്ടാകുന്ന കാലഘട്ടങ്ങൾ മുഴുവൻ, അതായത് ഈ 2026 അവസാനിക്കും വരെയുള്ള കാലഘട്ടത്തിൽ സമ്പത്തിൻ്റെ മേൽക്കോയ്മയാണ് ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. തീർച്ചയായും ഉയർച്ചയുടെ വലിയ പടവുകൾ കയറി ഏറ്റവും ഉയരങ്ങളിലെത്താനുള്ള ഭാഗ്യം ഈ പറഞ്ഞ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. കോടീശ്വര രാജയോഗത്തിൻ്റെ പ്രാധാന്യമാണ് ഈ നക്ഷത്ര ജാതരെ മുഴുവൻ ഉന്നതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ജീവിതത്തിൻ്റെ സൗഭാഗ്യദായകമായ വഴികളിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല ഈ നക്ഷത്ര ജാതർക്ക്. തീർച്ചയായിട്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, അതുപോലെ തന്നെ സൗഭാഗ്യം ഇല്ലായ്മ തുടങ്ങിയവയെല്ലാം മാറിമറിഞ്ഞ് ഭാഗ്യത്തിൻ്റേതായ വർഷം, കടബാധ്യതകൾ നീങ്ങുന്ന വർഷം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെന്തും കൈവശപ്പെടുത്തുവാൻ കഴിയുന്ന തരത്തിൽ സമ്പത്ത് വന്നു ചേരുന്ന വർഷം, വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ആർജവത്തോട് പഠനപരമായ കാര്യങ്ങളിൽ ഉയർന്നു പോകാനുള്ള ഭാഗ്യം, ഉദ്യോഗസ്ഥർക്ക് ആകട്ടെ മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതമാകുന്ന അവസ്ഥ, സാധാരണ തൊഴിലാളികൾക്ക് പോലും അവരുടെ മേൽ ഉദ്യോഗസ്ഥൻ്റെ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന പ്രശംസയൊക്കെ ലഭിക്കുന്ന തരത്തിലേക്ക് പോകാൻ കഴിയും. 1 രൂപ കയ്യിൽ കിട്ടിയാൽ അത് 100 രൂപയായി വർദ്ധിക്കുന്ന തരത്തിലേക്ക് കോടീശ്വര രാജയോഗം ഈ നക്ഷത്രക്കാരെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. അത്രത്തോളം സൗഭാഗ്യമാണ് കോടീശ്വര രാജയോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. തീർച്ചയായിട്ടും ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഭവം, ഈശ്വരനുണ്ട് എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന പൂർണ്ണ നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. തൊടുന്നതെന്തും സൗഭാഗ്യങ്ങളാണ്. ആഭരണങ്ങൾ, വസ്ത്രാദികൾ, അതുപോലെ തന്നെ പിന്നെ ദൂരദേശത്തേക്കുള്ള യാത്രകൾ, വിദേശദേശത്തേക്കുള്ള യാത്രകൾ, പിന്നെ ജോലിക്കായിട്ട് വിദേശത്തേക്കുള്ള പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധൂകരിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ഈ നമ്മൾ പറഞ്ഞു തീർത്ത ഈ നക്ഷത്ര ജാതർക്ക് 2026 സ്വർഗമാണ് സമ്മാനിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുക. ഭാഗ്യക്കുറിയിലൂടെയുള്ള നേട്ടം, അതുപോലെ വിദേശ ഭാഗ്യക്കുറികളിലൂടെയുള്ള നേട്ടം, അതുപോലെ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ എന്ന് വേണ്ട കോടീശ്വര രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച നക്ഷത്രജാതരായി മാറുകയാണിവർ. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതർക്ക് ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.